മിശിഹായിൽ പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, നിങ്ങളെല്ലാവരും എൻ്റെ നാമഹേതു തിരുനാളിൽ എനിക്ക് ആശംസകളൊക്കെ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തരെയും വിളിച്ച് നന്ദി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് സാധിക്കുന്നില്ല. ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ അതിന് നന്ദി പറയുകയാണ്. ഇനിയിപ്പോൾ 25-ാം തീയതി ജന്മദിനവും വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കുമെല്ലാം ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ആ രീതിയിൽ പ്രാർത്ഥനയിൽ നമ്മുടെ കൂട്ടായ്മയിലായിരിക്കാം. ഇപ്രാവശ്യം നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായമാണ്. ഈ 5-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്ന വിഷയങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജീവിതം നയിക്കണമെന്നാണ്. അത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് സ്നേഹവും പ്രാർത്ഥനയും. തീർച്ചയായിട്ടും പൗരോഹിത്യ ജീവിതത്തിലും അതങ്ങനെ തന്നെയാണ്. ആ ക്രൈസ്തവ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ അതേപ്പറ്റി നമുക്ക് ഇപ്രാവശ്യം ധ്യാനിക്കാം. ഒന്നാമതായിട്ട് ശ്ലീഹ പറയുന്നത് ധനികർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുകയും നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചത് എന്ന് ശ്ലീഹ പറയുകയാണ്. സമ്പന്നർക്ക് വരാനിരിക്കുന്ന ആ ദുരിതങ്ങളോർത്ത് കരയാനാണ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് കാരണം? അവരുടെ സുഖലോലുപതയാണ് ശ്ലീഹ വിമർശിക്കുന്നത്. സാധാരണ സ്വർണത്തിനും വെള്ളിക്കുമൊന്നും കറ പിടിക്കുകയില്ല, പക്ഷേ ഈ സുഖലോലുപതയുടെ കറയാണ്, അതാണ് ഇവിടെ പിടിച്ചിരിക്കുന്നതായിട്ട് ശ്ലീഹ പറയുന്നത്. കാരണം ധനികരായിട്ടുള്ളവർ അവരുടെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാതെ സ്വയം അനുഭവിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം, അങ്ങനെയുള്ള സ്വർണവും വെള്ളിയും ഒക്കെ കറ പിടിക്കും എന്നാണ് ശ്ലീഹ പറയുന്നത്. അത് അവസാനം വിധിയിൽ അവർക്കെതിരെ സാക്ഷ്യമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പങ്കുവയ്ക്കുന്നതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ്. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ സമ്പത്ത് അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താതെ പൂഴ്ത്തിവെച്ച് നമ്മൾ സ്വയം സുഖലോലുപതയിൽ ജീവിക്കുന്നതിലൂടെ അന്ത്യദിനത്തിലേക്കുള്ള ആ വിധിയുടെ തീ നമ്മൾ കൂട്ടിവെക്കുകയാണ് എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. തീർച്ചയായും ധനം മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം, നമ്മുടെ എല്ലാ കഴിവുകളും നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ലക്ഷ്യം. അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുവാനുള്ള ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്, എല്ലാ ക്രൈസ്തവർക്കും ഉണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. അവിടെ ദരിദ്രരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദരിദ്രരാണ്. അതായത് അവർ ദാരിദ്ര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും അവർക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുകയും ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദാരിദ്ര്യത്തിൻ്റെ ചൈതന്യം. നമ്മൾ പുരോഹിതർ ദാരിദ്ര്യ വ്രതമെടുക്കുന്നില്ലെങ്കിലും ഈ ദാരിദ്ര്യത്തിൻ്റെ ചൈതന്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ജീവിക്കേണ്ടവരാണ്. അതിനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഇടവക വൈദികർ. കാരണം നമ്മൾ വ്രതമെടുക്കുന്നില്ല, പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ന്യായമായിട്ട് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ.
നമുക്ക് ശമ്പളം എന്നല്ലല്ലോ പറയുന്നത്, അലവൻസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ അത് നമ്മൾ ജോലി ചെയ്യുന്നതിന് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തുക എന്നതേ ഉള്ളൂ. അതാണ് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമുക്കുള്ളത് മുഴുവനും, നമ്മുടെ പണവും നമ്മുടെ കഴിവുകളും എല്ലാം ദൈവം തന്നിരിക്കുന്ന ധനമാണ് എന്ന് കരുതിക്കൊണ്ട് അത് അതില്ലാത്തവരുമായി പങ്കുവയ്ക്കുവാനുള്ള ആ ഒരു സന്നദ്ധത നമുക്കെപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ലളിത ജീവിതം നയിക്കുകയും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രത്യേകിച്ച് ഇടവ വൈദികർ പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ ചൈതന്യം ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് ശ്ലീഹ പറയുന്നത് സാമൂഹ്യ നീതി പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപിടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു എന്ന് ശ്ലീഹ പറയുന്നു. ധനികരുടെ ഭാഗത്തു നിന്നുള്ള അനീതി നിറഞ്ഞ പ്രവൃത്തികളിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ജോലിക്കാർക്ക് അർഹമായ കൂലി കൊടുക്കാതെ അവരെ സമ്പത്ത് കൂട്ടുന്നു. ഇത് വലിയ ഒരപരാധമാണ്. പഴയ നിയമകാലത്ത് തന്നെ നമുക്ക് ജോലി ചെയ്യുന്നവന് കൂലി കൃത്യസമയത്ത് കൊടുക്കണമെന്നുള്ള നിബന്ധനകളുള്ളതായിട്ട് നമുക്ക് കാണാം. ലേവായരുടെ പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പഴയ നിയമത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഈ പ്രമാണം അനുഷ്ഠിക്കേണ്ടവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് സുഖലോലുപരായി ജീവിക്കുന്നത് അവരുടെ തന്നെ ശിക്ഷാവിധിയാണ് ഒരുക്കുന്നത് എന്ന് പൗലോസ് യാക്കോബ് ശ്ലീഹ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടവകളിലും സഭാ സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. സാമൂഹ്യ നീതി പുലർത്തുക. നമുക്കറിയാം, എല്ലായിടത്തും നമുക്ക് ജോലി ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ, അവർക്ക് അർഹമായ ആ ഒരു കൂലി കൊടുക്കുക. അർഹമായത് കൊടുക്കാതെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. അവരുടെ ജീവിതത്തിൽ ഈ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അർഹമായ കൂലി ജോലി ചെയ്യുന്നവർക്ക്, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതിനെ പറ്റി ആ ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലും സഭാ സ്ഥാപനങ്ങളിലുമൊക്കെ ആ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അർഹമായ വേതനം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആ രീതിയിൽ സഭയെ കാത്ത് സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പുരോഹിതർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് പരസ്പര സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപനിതാ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ, സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്, നമ്മൾ സഭയുടെ സാക്ഷ്യത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് സഭ പുറമേ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല, സഭയുടെ ആ ജീവിതമാണ്. സഭ ഒരു കൂട്ടായ്മയാണ്, ദൈവികമായ കൂട്ടായ്മ, ത്രിത്വാത്മക കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാം പങ്കിട്ടനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു സമൂഹമാണ്. പരസ്പര സ്നേഹമാണല്ലോ ഈശോ നമുക്ക് നൽകിയ അടിസ്ഥാനപരമായ പ്രമാണം.
ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ പ്രത്യേകമായി പറയുന്നു, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഇപ്രകാരം നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. അപ്പോൾ ഈ സഭയിൽ നിലനിൽക്കേണ്ട പരസ്പര സ്നേഹവും കൂട്ടായ്മയും, അതാണ് സഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് തീരേണ്ടത്. സഭയുടെ എതിർസാക്ഷ്യം സഭയിലുണ്ടാകുന്ന വിഭജനങ്ങളാണ്, സ്നേഹക്കുറവുകളാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ അത് ധാരാളമായിട്ട് ഉണ്ട്. നമ്മുടെ ഇപ്പം തന്നെ പുറത്ത് രാഷ്ട്രീയത്തിൽ നമുക്ക് സാക്ഷ്യം കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം സഭകൾ തമ്മിലുള്ള വഴക്കുകളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള കേസ് എന്ത് വലിയൊരു എതിർ സാക്ഷ്യമാണ് നൽകുന്നത്. പിന്നെ നമ്മുടെ സഭയിൽ തന്നെ ഇപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ലിറ്റർജി സംബന്ധിച്ചോ മറ്റതുപോലെയുള്ള സംബന്ധിച്ചോ ഒക്കെയുള്ള, അതുകൊണ്ട് ഐക്യമില്ലാതെ പോകുന്നു, സ്നേഹമില്ലാതെ പോകുന്നു. അത് വലിയൊരു എതിർ സാക്ഷ്യമാണ്. അതുകൊണ്ട് സഭ ലോകത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സാക്ഷ്യം പരസ്പര സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് എന്ന് യാക്കോബ് ശ്ലീഹ പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, രണ്ടാമത്തെ ആഗമനം ഉടനെ ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ആദിമസഭയിൽ മിശിഹ ഉടനെ വരും, രണ്ടാം ആഗമനം ഉടനെ സംഭവിക്കും എന്നുള്ള ഒരു വലിയ അവബോധം അവർക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണത് പറയുന്നത്? അതായത് അവസാന വിധി സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിധിയുടെ മാനദണ്ഡം പരസ്പര സ്നേഹമാണ്. വേറെ ഒരു മാനദണ്ഡവും അവിടെ പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ അന്ത്യവിധിയെ അവതരിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, വിധിയുടെ മാനദണ്ഡം പരസ്പര സ്നേഹമാണ്. ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത്. എൻ്റെ സ്വർഗസ്വനായ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി ലോകാരംഭം മുതലേ സജ്ജമാക്കിയിരിക്കുന്ന ആ നിത്യ സ്വർഗരാജ്യത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ എനിക്ക് കുടിക്കാൻ തന്നു. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ അങ്ങയെ കണ്ടില്ലല്ലോ. അപ്പോൾ ഈശോ പറയും, എൻ്റെ ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എൻ്റെ ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോഴെല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരങ്ങളെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക. നമ്മളെ കൊണ്ട് ആവശ്യമുള്ളവരെല്ലാം നമ്മുടെ അയൽക്കാരാണ്, അവരെ സ്നേഹിക്കുക. അതാണ് വിധിയുടെ, അന്ത്യവിധിയുടെ മാനദണ്ഡമെന്ന് ഈശോ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പരസ്പര സ്നേഹം അത് ലോകത്തിന് സാക്ഷ്യം കൊടുക്കുവാനത് ആവശ്യമാണ്. നമ്മുടെ അന്ത്യവിധിയിൽ ആ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വ്യവസ്ഥയുമാണത്. അതുകൊണ്ട് അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പരസ്പര സ്നേഹത്തിൻ്റെ കൽപ്പന. അപ്പോൾ ഈ കൽപ്പന പാലിക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസികൾക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസികളെ ഏറ്റവും അധികം ബോധവൽക്കരിക്കേണ്ടത് ഇതേപ്പറ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ ഈ പുതിയ കൽപ്പന, ആ ഒരൊറ്റ കൽപ്പനയെ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. 10 പ്രമാണങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വരും. കാരണം അത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രായോഗിക മാനങ്ങളാണ്. പക്ഷേ പരസ്നേഹമില്ലെങ്കിൽ അവിടെ ദൈവസ്നേഹമില്ല. അതുകൊണ്ട് പരസ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ദൈവകൽപ്പനകൾ മുഴുവൻ പാലിക്കുന്നവരാണ് എന്നുള്ള ആ ഒരു അവബോധം നമ്മുടെ വിശ്വാസികൾക്ക് നമ്മൾ കൊടുക്കണം. നമ്മളും ആ സ്നേഹത്തിൻ്റെ ഒരു മാതൃകകളായിട്ട് അവരുടെ മുൻപിലായിരിക്കണം. ആ എല്ലാവരെയും സ്നേഹിക്കുന്നവർ, അവർ നല്ലവരോ അല്ലാത്തവരോ ധനികരോ ദരിദ്രരോ എന്നുള്ള യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും സ്നേഹം കൊടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു നേതൃത്വം, ഈശോയുടെ നേതൃത്വം, അതാണ് നല്ല ഇടയനായ ഈശോ. അങ്ങനെയാണല്ലോ, അവൻ മുമ്പേ നടക്കുന്നു, ആടുകൾ അവനെ അനുഗമിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ മുമ്പേ നടക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
ആ നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഈ സ്നേഹത്തിൻ്റെ നല്ല മാതൃക നൽകിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പുരോഹിതരുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്, നമ്മുടെ അജപാലന ശുശ്രൂഷയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാതൃക നൽകിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതം അവർക്ക് ഒരു നേതൃത്വമായിട്ട് അനുഭവപ്പെടണം. അപ്പോൾ ആ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ ജീവിക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസികളെ നമുക്ക് ഉദ്ബോധിപ്പിക്കാം. അവരുടെ കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുവാനായിട്ട് അവരെ നമുക്ക് പ്രത്യേകമായിട്ട് പരിശീലിപ്പിക്കാം. ആ രീതിയിൽ നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നാലാമതായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഈ നമുക്കറിയാം, ഇത് രോഗി ലേപനം എന്ന കൂദാശയെക്കുറിച്ചാണ് യാക്കോബ് ശ്ലീഹ ഇവിടെ പരാമർശിക്കുന്നത്. രോഗി ലേപനം പാപങ്ങൾ മോചിക്കും, രോഗങ്ങൾ സുഖപ്പെടുത്തും എന്നാണ്. ഈ രോഗി ലേപനം എന്ന കൂദാശയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ. ഇത് മരിക്കാൻ നേരത്ത് മാത്രം സ്വീകരിക്കേണ്ട ഒന്നാണ്. അത് സ്വീകരിച്ച ചില അച്ഛന്മാർ കൊടുത്താൽ ഉടനെ മരിക്കും, ചിലർ കൊടുത്താൽ ഉടനെ മരിക്കുകയില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ കൂദാശകളെ പറ്റിയുള്ള ഒരു ചിന്ത മനുഷ്യരുടെ ഇടയിൽ ഇരിക്കുന്നത്. അവരെക്കുറിച്ച് അതേക്കുറിച്ച് ശരിയായ ഒരു അവബോധം അവർക്ക് നൽകണം. എന്താണ് രോഗി ലേപനം? അത് തീർച്ചയായും കർത്താവിൻ്റെ പ്രവർത്തനമാണ്. കൂദാശകളെല്ലാം മിശിഹായുടെ പ്രവൃത്തികളാണ്. സാക്രമെൻറ്റ്സ് ആർ ഓൾ ആക്ട്സ് ഓഫ് ക്രൈസ്റ്റ്. അല്ലാതെ ഒരു അച്ഛൻ്റെ പ്രവൃത്തിയല്ല. അച്ഛനൊരു ഈശോയുടെ പ്രതിനിധിയായിട്ട് അത് ചെയ്യുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു ഈശോയുടെ ഒരു അഭിഷേകമായി, ഈശോയുടെ ഒരു സ്നേഹത്തിൻ്റെ സ്പർശനമായി അവർക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ രോഗീലേപനം എന്ന കൂദാശ. ആ രീതിയിൽ നമ്മൾ ആ ഈശോയുടെ ആ ഒരു സ്പർശനം അവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ കൂദാശ കൊടുക്കുവാനായിട്ട് നമ്മൾ വൈദികർ ശ്രമിക്കണം. അത് അവർക്കും അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ അവരെ നമ്മൾ ബോധവൽക്കരിക്കണം. അപ്രകാരം ആ രോഗീലേപനം എന്ന കൂദാശ കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കൂദാശ പാപമോചനം മാത്രമല്ല, രോഗത്തിൽ നിന്ന് സൗഖ്യവും നൽകുന്നതാണ് കൂദാശ എന്നുള്ള ആ ഒരു അവബോധം അവർക്ക് കൊടുക്കണം. നമുക്കറിയാം, ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അവശ്യ ഘടകമായിരുന്നു രോഗശാന്തികൾ. അതിൻ്റെ ഒരു തുടർച്ചയാണിത്. ഇത് സൗഖ്യത്തിൻ്റെ സുവിശേഷമാണ്, സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്, ദൈവത്തിൻ്റെ സ്നേഹസ്പർശനത്തിൻ്റെ സദ്വാർത്തയാണ്. അതാണ് സുവിശേഷമെന്ന് പറയുന്നത്. ആ ഒരു അനുഭവം ഉൾക്കൊള്ളുവാൻ അവരെ സഹായിക്കത്തക്ക വിധത്തിൽ ആ രോഗീലേപനം നൽകുവാനും ആ കൂദാശയെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് ഇപ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞിട്ട്, നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. പിന്നെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ശക്തമായ പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയെന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ നടത്തണം എന്ന് ശ്ലീഹ പറയുകയാണ്.
ഇവിടെ പ്രത്യേകമായിട്ട് അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സൗഖ്യമുണ്ടാകുമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. ഇത് നമുക്ക് അനുരഞ്ജന കൂദാശയെക്കുറിച്ച് പറയുന്നതായിട്ട് ചിന്തിക്കാവുന്നതാണ്. കാരണം അനുരഞ്ജന കൂദാശ അല്ലെങ്കിൽ കുമ്പസാരം എന്ന് നമ്മൾ പറയുന്നത് പാപമോചനം മാത്രമല്ല, രോഗസൗഖ്യവും നൽകുന്ന ഒരു കൂദാശയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസികളെ മനസ്സിലാക്കി കൊടുക്കുകയും വേണം. കാരണം എന്താണ്? പലപ്പോഴും രോഗങ്ങൾക്ക് കാരണമായി തീരുന്നത് നമ്മുടെ ബന്ധങ്ങളിലുള്ള ആ അപാകതയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും വരുന്ന തകരാറുകളാണ് പല രോഗങ്ങൾക്കും അടിസ്ഥാന കാരണമായിട്ട് തീരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശാരീരികമായ കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ അതിനേക്കാൾ ഉപരി ആ ബന്ധങ്ങളിൽ വരുന്ന തകർച്ചയാണ് ഈ രോഗങ്ങൾക്ക് കാരണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പരസ്പരം പാപങ്ങൾ ഏറ്റുപറയണമെന്ന് പറയുന്നത് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ്. അന്ന് നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിൽ വൈദികനോടല്ലേ ഏറ്റുപറയുന്നത്. അതെ, വൈദികനോട് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ വൈദികൻ അവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെയും സഭയുടെയും പ്രതിനിധിയായിട്ടാണ്. ദൈവത്തിൻ്റെ മാത്രമല്ല, ദൈവത്തിൻ്റെയും സഭയുടെയും പ്രതിനിധിയായിട്ടാണ്. അതുകൊണ്ട് വൈദികനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തോടും സഹോദരങ്ങളോടും പാപങ്ങൾ ഏറ്റുപറയുകയാണ്, അനുരഞ്ജനം സാധിക്കുകയാണ്. പാപങ്ങൾ ക്ഷമിച്ച്, തെറ്റുകൾ ക്ഷമിച്ച് അവരുമായിട്ട് അനുരഞ്ജനം നേടുന്ന ഒരു വലിയ കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചും പലർക്കും തെറ്റായ കാഴ്ചപ്പാടുകളാണുള്ളത്. കുമ്പസാരം എന്ന് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് പോയി പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അതൊക്കെ ക്ഷമിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയോടുകൂടി തിരിച്ചു പോവുക, അങ്ങനെ ഒതുക്കി നിർത്തുകയാണ് കുമ്പസാരം എന്ന കൂദാശയെ. കുമ്പസാരം അങ്ങനെയല്ല. കുമ്പസാരം അനുരഞ്ജനപ്പെടുന്ന ഒരു വേദിയാണ്. ദൈവത്തോടും പരസ്പരവും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുന്ന ഒരു വേദിയാണ്. ആ അനുരഞ്ജനം നടക്കുന്നില്ലെങ്കിൽ ആ കുമ്പസാരം പൂർണ്ണമായി തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ, അതുകൊണ്ടാണ് അനുരഞ്ജന കൂദാശ എന്നാണ് കുമ്പസാരത്തെ വിശേഷിപ്പിക്കുന്നത്. അത് ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും. മനുഷ്യരോട് അനുരഞ്ജനപ്പെട്ടില്ലെങ്കിൽ ദൈവത്തോടും അനുരഞ്ജനപ്പെടുകയില്ല. ആ ഒരു ബോധവൽക്കരണം നമ്മൾ നമ്മുടെ വിശ്വാസികൾക്ക് കൊടുക്കണം. കാരണം ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആയി, മറ്റുള്ളവർ അനുരഞ്ജനപ്പെട്ടാലും ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നതും ഈ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുന്നതുമൊക്കെ. അതുകൊണ്ടാണ് ഈ മാനസാന്തരം സംഭവിക്കാത്തത്. എന്തുമാത്രം കുമ്പസാരങ്ങളാണ് നടക്കുന്നത് നമ്മുടെ ഇടയിൽ. പക്ഷേ ശരിക്കുള്ള ആ മാനസാന്തരം, ശരിക്കുള്ള അനുരഞ്ജനം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. എന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ആ കുമ്പസാരം എന്ന കൂദാശയുടെ സ്വഭാവം വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പരസ്പരം ക്ഷമിക്കാതെ ദൈവം ക്ഷമിക്കുകയില്ല എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് കൊടുക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഈശോ പഠിപ്പിച്ചത് അതല്ലയോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവം ക്ഷമിക്കുകയില്ല എന്നല്ല. ദൈവം എപ്പോഴും ക്ഷമിക്കുന്ന സ്നേഹമാണ് നൽകുന്നത്. പക്ഷേ ആ ദൈവം ക്ഷമിക്കുന്ന ആ സ്നേഹം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ആ കൂദാശ സ്വീകരിക്കണം. ഈ ഒരു ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ ഇടയിൽ ഒത്തിരി കുമ്പസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ശരിയായ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ശരിയായ രീതിയിൽ കുമ്പസാരിക്കുവാനായിട്ട്, അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാനായി നമ്മുടെ ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കണം. പിന്നെ മറ്റൊരു ആശയം കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. എല്ലാ അവസരങ്ങളിലും പ്രാർത്ഥിക്കുന്നവരാകണം. ആ പ്രാർത്ഥന വളരെ ശക്തമായ ഒരു 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 മാധ്യമമാണ്. ദൈവത്തിൽ നിന്നും അത്ഭുതകരമായ ദാനങ്ങൾ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥന ഒരു മാധ്യമമാണ്. പക്ഷേ
ശരിയായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്നേഹബന്ധമാണ്. അതായത് ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയോടുകൂടി പ്രാർത്ഥിച്ചാൽ അത് ഫലദായകമായിട്ട് തീരും. ആ പ്രതിബദ്ധത പലപ്പോഴും ഇല്ലാതെ പോകുന്നുണ്ട്. പ്രാർത്ഥന ഒരു കടമയായിട്ട് മാത്രം കാണുന്നവരുണ്ട്. അത് ശരിയായ പ്രാർത്ഥനയല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ സ്നേഹിക്കുക എന്നാണ്. പ്രേയിങ് ഈസ് ലവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം അഭ്യസിക്കുകയാണ്, സ്നേഹം പ്രകടമാക്കുകയാണ്, സ്നേഹത്തിന് പ്രകാശനം കൊടുക്കാനുള്ള ഒരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തോടും സഹോദരങ്ങളോടും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൽ നമ്മളെ വളർത്തുന്നതാണ്, ആ സ്നേഹത്തെ ഉണർത്തുന്നതാണ്, ആ സ്നേഹത്തെ വളർത്തുന്നതാണ്. അങ്ങനെ സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം. നമ്മൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തണം. നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയെ സ്നേഹത്തിൽ നമ്മളെ വളർത്തുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ അനുഭവം ദൈവത്തോടും ദൈവം തരുന്നവരോടും ഉള്ള സ്നേഹത്തിൽ നമ്മളെ വളർത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. നമ്മുടെ സഭയുടെ പ്രാർത്ഥനകൾ നമുക്കറിയാം, ദൈവത്തോടും സഹോദരങ്ങളോടും രാഷ്ട്രത്തോടും ലോകത്തോടുമുള്ള എല്ലാ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങൾ ഉണർത്തുന്ന പ്രാർത്ഥനകളാണ് യാമപ്രാർത്ഥനകൾ. അപ്പോൾ ആ പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് നമ്മൾ വിശ്വാസികളെ പഠിപ്പിക്കണം, പ്രേരിപ്പിക്കണം. അത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ നമ്മൾ അഭ്യസിപ്പിക്കണം. അപ്പം നമ്മളും നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളൊക്കെ ആ രീതിയിൽ ചൊല്ലുകയും അത് ചൊല്ലുവാനായിട്ട് വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനാ അനുഭവത്തിലൂടെ സ്നേഹത്തിൽ വളരുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്കും നമ്മുടെ ധ്യാനം നടത്താം. ഇതിൻ്റെ വെളിച്ചത്തിൽ ആത്മശോധനയ്ക്കായിട്ട്, ജീവിത സൂചികയായിട്ട് 5 ചോദ്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ദാരിദ്ര്യ ചൈതന്യം ജീവിക്കുവാനും ദൈവജനത്തെ ആ ചൈതന്യത്തിൽ വളർത്തുവാനും ഞാൻ എങ്ങനെ പരിശ്രമിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം, സഭയിലും സമൂഹത്തിലും സാമൂഹ്യ നീതി പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, പരസ്പര സ്നേഹത്തിലും കുടുംബാരൂപിയിലും ഇടവക സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഞാൻ എപ്രകാരം ശ്രമിക്കുന്നു? നാലാമത്തെ ചോദ്യം, എൻ്റെ പുരോഹിത ശുശ്രൂഷയിൽ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് അർഹമായ സ്ഥാനം ഞാൻ നൽകുന്നുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം, പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും പ്രാർത്ഥിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുവാനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ ഉള്ളത്. നമുക്ക് ഈ ചോദ്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ആത്മശോധന ചെയ്യുവാനും ഈ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം ധ്യാനിക്കുവാനും പരിശ്രമിക്കാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം അറിയിക്കുവാനും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളെല്ലാം അർപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ കൊറോണ ബാധിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അതിൻ്റേതായ ആ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന നമ്മുടെ ജനങ്ങളെ നമുക്ക് സഹായിക്കാം. അതോടൊപ്പം
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ മാനസാന്തരത്തിൻ്റെ ഒരാഹ്വാനം ജനങ്ങൾക്ക് കൊടുക്കുവാനും കൂടെ സാധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഈ മഹാമാരി എപ്പോഴും ദൈവത്തിൻ്റെ ഒരു അടയാളമായിരുന്നല്ലോ രക്ഷാകര ചരിത്രത്തിൽ. ദൈവത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നതോടുകൂടി മനുഷ്യരിലേക്ക് തിരിയുവാൻ, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നവീകരിക്കപ്പെടുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട്, അതിൻ്റെ ഒരു അടയാളം, അതിനുള്ളൊരു ആഹ്വാനം ദൈവം നൽകുന്നതായിട്ട് ഇതിനെ തിരിച്ചറിയുവാനും ആ രീതിയിൽ ജീവിതത്തിലും പ്രാർത്ഥനയിലുമൊക്കെ നവീകരിക്കപ്പെടാനുള്ള ഒരു അവസരമാക്കി ഇത് തീർക്കണമെന്ന് നമുക്ക് ജനങ്ങൾക്ക് ഉപദേശിക്കാം. നമുക്കും അതിനായിട്ട് പരിശ്രമിക്കാം. ആ രീതിയിൽ ഈ കാലഘട്ടത്തെ നേരിടുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.